കുംഭമേളയോടനുബന്ധിച്ച് ഒരുപാട് കൗതുകകരങ്ങളായിട്ടുള്ള കാഴ്ചകളും അവിടെ കാണാനുണ്ടായിരുന്നു. അതിലൊന്നാണ് മൗനി ബാബയുടെ ആശ്രമം. ഈ ആശ്രമത്തിലെ പ്രധാന ആകർഷണമായിരുന്നു 5.5 കോടിയോളം രുദ്രാക്ഷക്കായകൾ ഉപയോഗിച്ച് നിർമ്മിച്ച 12 ജ്യോതിർലിംഗങ്ങൾ, കൂടെ 10,000-കണക്കിന് ത്രിശൂലങ്ങളും. പ്രയാഗ്രാജിലെ ദാരാഗഞ്ച് എന്ന സ്ഥലത്ത് നാഗവാസുകി ക്ഷേത്രത്തിന് സമീപമായിരുന്നു ഈ ആശ്രമം സ്ഥാപിച്ചിരുന്നത്. ഇവിടെയുള്ള ഓരോ ജ്യോതിർലിംഗത്തിനും 11 അടിയോളം ഉയരവും 7 അടിയോളം വ്യാസവും ഉണ്ടായിരുന്നു. അത്ര നിസ്സാരമായിരുന്നില്ല ഇതിൻ്റെ നിർമ്മാണമെന്നത്. ഉത്തരേന്ത്യയിൽ നിന്നും പുറത്തുനിന്നുമായി ഏതാണ്ട് 10,000 ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇവർ ഇതിനുള്ള രുദ്രാക്ഷക്കായകൾ സംഭരിച്ചത് തന്നെ. ഈ ശിവലിംഗങ്ങളിൽ 1 മുഖം മുതൽ 26 മുഖം വരെയുള്ള രുദ്രാക്ഷക്കായകൾ ഉപയോഗിച്ചിരുന്നു. ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ നിർമ്മിതിയായ ഈ ശിവനഗരിയിൽ 6 ശിവലിംഗങ്ങൾ തെക്കോട്ട് ദർശനമായും 6 ശിവലിംഗങ്ങൾ വടക്കോട്ട് ദർശനമായിട്ടുമാണ് സ്ഥാപിച്ചിരുന്നത്. ഇരുമ്പ് കമ്പികളും തകിടുകളും ഉപയോഗിച്ച് ശിവലിംഗത്തിൻ്റെ മാതൃക ഉണ്ടാക്കിയതിനു ശേഷം രുദ്രാക്ഷക്കായകൾ മാലയായി കോർത്ത് ചാർത്തിയിരിക്കുകയാണ് ഇവിടെയുള്ള ഓരോ ശിവലിംഗത്തിലും. ഈ ആശ്രമത്തിലൊരു മൗനി ബാബയുണ്ടായിരുന്നു. ശിവയോഗി അഭയ് ചൈതന്യ ഫലഹാരി മൗനി മഹാരാജ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര്. പ്രയാഗ്രാജിലെ കുംഭമേളക്കിടയിൽ വന്ന 1000-കണക്കിന് സന്യാസിമാർക്കിടയിൽ ഇദ്ദേഹം ഒരു പ്രധാന ആകർഷണം തന്നെയായിരുന്നു. ഏതാണ്ട് 11,000 രുദ്രാക്ഷമണികളാണ് മാലയായും മറ്റും പല രീതിയിൽ ശരീരത്തിൽ അണിഞ്ഞിരുന്നത്. ഇതുതന്നെ ഏതാണ്ട് 45 കിലോയോളം ഭാരം വരും. ഈ ബാബയ്ക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 44 വർഷങ്ങളായി ഇദ്ദേഹം മധുരപലഹാരങ്ങളോ ഉപ്പു ചേർത്ത ഭക്ഷണ സാധനങ്ങളോ ഒന്നും കഴിക്കാറില്ല. വൈകുന്നേരങ്ങളിൽ മാത്രം കുറച്ച് പഴങ്ങളും വെള്ളവും മാത്രം കഴിക്കും. രാമക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി ആരോടും സംസാരിക്കാതെ പ്രാർത്ഥനകളുമായി 12 വർഷമാണ് തുടർച്ചയായി ഇദ്ദേഹം മൗനവ്രതമെടുത്തത്. രാമക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് രാമലല്ലയെ ദർശിച്ചതിന് ശേഷം മാത്രമാണ് ഇദ്ദേഹം തൻ്റെ മൗനവ്രതം അവസാനിപ്പിച്ചതും. ഉത്തർപ്രദേശിലെ അമേഠി ജില്ലയിലെ ബാബുഗഞ്ച് നഗരത്തിലുള്ള പരമഹംസ് ആശ്രമത്തിലെ ഒരു മുഖ്യ പുരോഹിതനാണ് ഇദ്ദേഹം. ക്ഷമിക്കണം, അദ്ദേഹത്തിൻ്റെ വീഡിയോയോ ഫോട്ടോയോ എടുക്കാൻ നമുക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ഇത്തരം രുദ്രാക്ഷ ശിവലിംഗങ്ങൾ നിർമ്മിച്ച വ്യത്യസ്ത രീതിയിലുള്ള ശിവാരാധന നടത്തുന്നതും ഒരു പ്രത്യേക ഉദ്ദേശത്തിലായിരുന്നു. രാജ്യത്തെ ഭീകരതയെ ഉന്മൂലനം ചെയ്യുക, ബംഗ്ലാദേശി ഹിന്ദുക്കളെ സംരക്ഷിക്കുക, ഗോവധം തടയുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെയുള്ള ഒരു പ്രത്യേക ആരാധനയായിരുന്നു അത്. കുംഭമേളയുടെ തുടക്കത്തിലുള്ള പൗഷപൂർണിമയിൽ ആരംഭിച്ച് മഹാശിവരാത്രി വരെയുള്ള സമയത്ത് ഏതാണ്ട് 11 കോടിയോളം പഞ്ചാക്ഷരമാണ് ഈ മൗനി ബാബയുടെ നേതൃത്വത്തിൽ ജപിച്ചു തീർത്തത്. അതുപോലെ തന്നെ ധാരാളം യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തി. ഏതാണ്ട് 30 ലക്ഷത്തോളം ഹോമസംഖ്യയാണ് പൂർത്തിയാക്കിയത്. ഈ മൗനി ബാബയ്ക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇദ്ദേഹം വാങ്ങിയ രുദ്രാക്ഷം ധരിക്കുകയോ ആരോടും ചോദിച്ചു വാങ്ങുകയോ ഒന്നും പതിവില്ല. സന്യാസിമാരോ ഉത്തമന്മാരായ ആളുകളോ കൊടുക്കുന്ന രുദ്രാക്ഷങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ. ഈ രുദ്രാക്ഷങ്ങളെ അദ്ദേഹം നിത്യവും പൂജിക്കുകയും ചെയ്യും. നിത്യവും 14 മണിക്കൂറാണ് ഈ രുദ്രാക്ഷം ധരിക്കുക. ഈ സമയമത്രയും മൗനം ആചരിച്ച് മനസ്സിൽ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ ശിവലിംഗങ്ങളിൽ 1 മുഖം മുതൽ 26 മുഖങ്ങൾ വരെയുള്ള വെള്ള, കറുപ്പ്, ചുവപ്പ് തുടങ്ങിയ രുദ്രാക്ഷങ്ങളാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ 37 വർഷമായി രുദ്രാക്ഷം ഉപയോഗിച്ച് നിർമ്മിച്ച ശിവലിംഗങ്ങൾ ഇദ്ദേഹം ആരാധിക്കുന്നു. അദ്ദേഹം കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. പക്ഷേ അത് പകർത്തിയെടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും സാധിച്ചില്ല. ചില സമയങ്ങളിൽ അങ്ങനെ ചെയ്യുന്നതും ഒരു അനൗചിത്യമാണല്ലോ. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. രുദ്രാക്ഷം ഒരു വിഗ്രഹത്തിന് സമാനമാണെന്നും അതിൻ്റെ ശക്തി ഉണർത്തിയെടുക്കാൻ പ്രാണപ്രതിഷ്ഠ ആവശ്യമാണ്. ഈ ഒരു ആചാരമില്ലാതെ രുദ്രാക്ഷം ധരിച്ചിട്ട് പ്രയോജനമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആഗ്രഹപൂർത്തീകരണം വേണമെങ്കിൽ പ്രാണപ്രതിഷ്ഠ വേണമത്രേ. രുദ്രാക്ഷങ്ങളുടെ ചില പ്രത്യേകതകൾ കൂടി അദ്ദേഹം പറഞ്ഞു. 1 മുഖവും 2 മുഖങ്ങളുമുള്ള രുദ്രാക്ഷങ്ങൾ വളരെ അപൂർവമാണ്. അതുപോലെ 3 മുഖങ്ങളുള്ള വെളുത്ത രുദ്രാക്ഷം ചില അപൂർവ സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുമുള്ളൂ. 4 മുഖങ്ങളുള്ള രുദ്രാക്ഷം പുരുഷാർത്ഥവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും 5 മുഖവും 6 മുഖവുമുള്ള രുദ്രാക്ഷങ്ങൾ ഗൃഹസ്ഥർക്ക് വേണ്ടിയുള്ളതാണെന്നും 7 മുഖങ്ങളുള്ള രുദ്രാക്ഷം വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും പറയുന്നു. ഇനി 8ഉം 9ഉം മുഖങ്ങളുള്ള രുദ്രാക്ഷം നമുക്ക് സിദ്ധിക്കുകയാണെങ്കിൽ അത് ഗ്രഹത്തിൽ സൂക്ഷിച്ചാൽ ആ ഗ്രഹത്തിൽ നിന്നും ലക്ഷ്മി ദേവി ഒരിക്കലും പുറത്തു പോവില്ല എന്നും പറയുന്നു. 10ഉം 11ഉം മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങൾ ഒരാളുടെ കർമ്മമേഖലയിലെ പുരോഗതിക്ക് സഹായിക്കുകയും ചെയ്യുമത്രേ. അതുപോലെ രുദ്രാക്ഷം ഒരിക്കലും വാങ്ങി ധരിക്കരുതെന്നും മറ്റൊരാൾ സമ്മാനമായി നൽകുമ്പോൾ മാത്രമേ അത് ധരിക്കാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ശിവനഗരി സന്ദർശിക്കുന്ന ഭക്തന്മാർക്ക് രുദ്രാക്ഷത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ടെന്നും അത് അവരുടെ തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുംഭമേളയ്ക്കിടെ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച ഒരു ആത്മീയ സൃഷ്ടി തന്നെയായിരുന്നു ഇവിടുത്തെ ഈ ശിവനഗരി.